കണ്ണൂർ തവക്കരയിൽ 30ഓളം വീടുകളിൽ വെള്ളം കയറി. ഫയർഫോഴ്സ് എത്തി ആളുകളെ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കുകയാണ്. കണ്ണൂരിലേക്ക് തന്നെ ആദ്യം പോകാം എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഫെലിക്സ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഫെലിക്സ്, 10-30 വീടുകളിൽ വെള്ളം കയറുന്നു എന്ന് പറഞ്ഞാൽ അത് ദുരിതത്തിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ കാഴ്ചയാണ്. വീടുകളിൽ നിന്ന് ഏറ്റവും അത്യാവശ്യമായ സാധനങ്ങൾ എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോകേണ്ടുന്ന ഗതികേട് മഴക്കാലത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ജനങ്ങൾക്കുണ്ടാവുകയാണ്. എത്രത്തോളം ത്വരിതമാണ് അവരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാനുള്ള നടപടികൾ? ഫയർഫോഴ്സ് സംഘം എത്തി ഈ വെള്ളക്കെട്ടിൽ അല്ലെങ്കിൽ വെള്ളം കയറി വീടുകളിൽ അകപ്പെട്ടവരെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലാണ് വെള്ളം കയറിയിട്ടുള്ളത് എല്ലായിടങ്ങളിലും. അതായത് താവക്കരയിലെ വിവിധ ഇടങ്ങളിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ വീടുകളിലടക്കം വെള്ളം കയറിയിട്ടുള്ളത്. വീടുകളിൽ മാത്രമല്ല, ക്വാർട്ടേഴ്സ് അടക്കമുണ്ട്. ആ ക്വാർട്ടേഴ്സുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ക്വാർട്ടേഴ്സുകളിലടക്കമുള്ള ആളുകളെ അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കാനാണ് ഫയർഫോഴ്സ് സംഘം ശ്രമിക്കുന്നത്. ഫയർഫോഴ്സിൻ്റെ സംഘം ഇവിടെ എത്തിയിരുന്നു. നേരത്തെ തന്നെ രാവിലെ തന്നെ ഫയർഫോഴ്സ് സംഘം ഇവിടെ എത്തി രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകി. പലരെയും അവിടെ നിന്നും മാറ്റിയിരുന്നു. പക്ഷേ ചിലർ മാറാൻ ചില സമയങ്ങളിൽ തയ്യാറായില്ല. അവരെ അടക്കം അവിടെ നിന്ന് നിർബന്ധിതമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ കുറേ അധികം, അതായത് ഏറ്റവും തുടക്കത്തിൽ ആദ്യം ആളുകൾ അവിടെ നിന്ന് മാറാൻ തയ്യാറായിരുന്നില്ല എന്നതാണ്. പക്ഷേ പിന്നീട് മാറാൻ തയ്യാറാകാനുള്ള പ്രധാനപ്പെട്ട കാരണം വലിയ രീതിയിൽ വെള്ളം കൂടുന്നു എന്നതാണ്. അതായത് വെള്ളം ഉയരുകയാണ്. ജലനിരപ്പ് ഈ പറയുന്ന വീടുകളിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഇടങ്ങളിലേക്കും വെള്ളം കയറുന്നു. അതുകൊണ്ടാണ് പരമാവധി പേരിപ്പോൾ ഇവിടെ നിന്നും അവർ മാറാൻ പോലും തയ്യാറായിട്ടുള്ളത്. അങ്ങനെ മാറാൻ തയ്യാറാവുന്നവരൊക്കെ തന്നെ അവിടെ നിന്നും മാറ്റിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ പലരും മാറിയിട്ടുണ്ട്. പലരും വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. നിങ്ങളുടെ ഒക്കെ അവസ്ഥ എന്താണ്? ചില പ്രതികരണങ്ങൾ കൂടി നമുക്ക് കിട്ടുകയാണ് അവിടെ നിന്ന്. ഇങ്ങനെ വെള്ളം കയറാൻ തുടങ്ങിയിട്ട് 5 കൊല്ലം മുമ്പ് പ്രളയത്തിന്റെ സമയത്ത് കയറിയിനി. പക്ഷേ ഈ പ്രാവശ്യം വെറും കയറിയിരുന്നു. ഇപ്പൊ വൃത്തിയാക്കിക്കുന്നില്ല. തോടും കാര്യങ്ങളൊന്നും വൃത്തിയാക്കിക്കില്ല. ഇത്രയും വലിയ വെള്ളം കയറിയിട്ടില്ല ഇതില്ല. പ്രളയത്തിന്റെ സമയത്ത് കയറിക്കുള്ളൂ. ഇപ്പൊ കിണർ വരെ അങ്ങോട്ട് പോകാൻ കഴിയില്ല. വീടിന്റെ അവസ്ഥ എന്താ? അതാണ് വീട്. എല്ലാം പൈതയോളെത്തി മുങ്ങനെ താഴെ ഫുള്ള് ഫർണിച്ചറും കാര്യങ്ങളെല്ലാം ഇതായിപ്പോയി. കട്ടില് പുഴുവും പെട്ടെന്ന് രാത്രിയല്ലേ കയറി. വീട്ടിലുള്ള ആളുകളൊക്കെയോ മാറി എല്ലാം കൊണ്ടുപോയി. രാവിലെ കൊണ്ടുപോയി. എങ്ങോട്ട് മാറി അവര്? തലശ്ശേരി കുടുംബത്തിൽ ബന്ധുവീട്ടിൽ പോയി. വലിയ വെള്ളമല്ലേ? ഇത് വലിയ വെള്ളമാണ്. നല്ല മഴയല്ലേ? കുറെ കൊല്ലങ്ങളായിട്ടുള്ള നടക്കുന്ന സംഭവമാണ്. ഇത് ഇന്നല്ല തുടങ്ങിയതല്ല. ഇത് നമ്മൾ എല്ലാവർക്കും ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കുന്നല്ലാണ്ട് ഇതിന്റെ ഒരു ആക്ഷൻ ഇതുവരായിട്ട് എടുത്തില്ല. പ്രോപ്പറായിട്ട് ഒരു ഓവ് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് ജസ്റ്റ് ഒരു മഴ പെയ്യുമ്പോൾ ഒരു കാട്ടി കൂട്ടിയിട്ട് പോകും. അതാണ് മെയിൻ. ഇത് അല്ല, ഇതിന്റെ വെച്ചാൽ ഒരു റെയിൽവേന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതാണ് മെയിൻ ഇഷ്യൂ. അത് നമ്മൾ കുറെ കൊല്ലങ്ങളായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അത് ഇതുവരായിട്ട് ഒരു മുന്നോട്ട് പോയിട്ടില്ല. അത് ക്ലിയർ ആയാൽ നമ്മൾ ഈ ഭാഗത്തുള്ള വെള്ളത്തിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഇതാവും. അത് റെയിൽവേ ചെയ്യേണ്ടതെന്നാണ് അവർ പറയുന്നത്. മുനിസിപ്പാലിറ്റി പറഞ്ഞ റെയിൽവേ ചെയ്യേണ്ടതാണ്. അന്ന് സുധാകരൻ MP എല്ലാം വന്നിട്ട് ഇതെല്ലാം കൊടുത്ത് റെയിൽവേൻ്റെ ആൾക്കാരാണ് 1 കോടി രൂപ കെട്ടിവെക്കണമെന്ന്. മുനിസിപ്പാലിറ്റി കെട്ടിവെച്ച് കഴിഞ്ഞാൽ അത് ക്ലിയർ ആക്കുമെന്ന് പറഞ്ഞതാണ്. പിന്നെ അതിൻ്റെ പേപ്പർ വർക്ക് അതിന് ശേഷം നടന്നിട്ടില്ല. അതാണ് പ്രശ്നം. ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് റെയിൽവേ അവിടെ വെള്ളം ഒഴുക്കാനുള്ള സംവിധാനം പകുതിയായിട്ടേ ഉള്ളൂ. അത് പൂർണ്ണമാക്കണമെങ്കിൽ 1 കോടി രൂപ റെയിൽവേക്ക് നൽകണം എന്ന് റെയിൽവേ നഗരസഭയോട്, കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടു. അത് നൽകിയില്ല. അതാണൊരു പ്രധാനപ്പെട്ട കാരണം. ഇത് പരിഹരിക്കാത്തത് എന്നതാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ JCB അടക്കം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മണ്ണുമാന്തി യന്ത്രത്തിലടക്കം ആളുകളെ പുറത്തേക്ക് എത്തിക്കാനായിരിക്കും ഒരു ശ്രമം നടത്തുക. കാരണം ധാരാളം ആളുകൾ അവിടെയുണ്ട്. അതായത് ഫയർഫോഴ്സിൻ്റെ ഡെങ്കി ബോട്ടിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര ആളുകൾ അവിടെയുണ്ട്. അവരെ അടക്കമുള്ളവരെ ഇവിടെ പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് JCB അടക്കം ഉപയോഗിച്ച് ആളുകളെ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമം ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഫയർഫോഴ്സ് നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു. അവിടെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്. ഇതിന് അവിടേക്ക് പോകുന്നത് ഇപ്പോൾ കണ്ണൂർ താവക്കര യൂണിവേഴ്സിറ്റിയോട്, കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്തോട് ചേർന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്. ആ ക്വാർട്ടേഴ്സിൽ ധാരാളം പേരുണ്ട്. ആ ക്വാർട്ടേഴ്സിലുള്ള ആളുകളെയും ഒപ്പം തന്നെ അവിടെയുള്ള വീടുകളിലുള്ളവർ പരമാവധി പുറത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ക്വാർട്ടേഴ്സിന് അവിടെ വെള്ളം നിറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾ അവിടെ നിന്നും പുറത്തേക്ക് എത്തിക്കണം. അതിനുള്ള ശ്രമമാണ് ഇനി നടത്തേണ്ടത്. ഇന്നും കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ട് തന്നെയാണ്. രാവിലെ മഴയൽപ്പം മാറി നിൽക്കുന്നുണ്ടെങ്കിലും വെള്ളമൊഴുക്കും വെള്ളക്കെട്ടും ഇനിയും തുടരാനുള്ള സാധ്യത തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണോ ആളുകളെ മാറ്റുന്നത്? വെള്ളം ഓരോ നിമിഷവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നേരത്തെ ഉള്ളതുപോലെയല്ല, വലിയ രീതിയിൽ വെള്ളം ഓരോ നിമിഷവും ഉയരുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ടാണ് പരമാവധി പേരോട് അവിടെ നിന്നും മാറാൻ ആവശ്യപ്പെടുന്നത്. കാരണം ഈ ഉടനെ ഈ വെള്ളക്കെട്ട് മാറാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ വെള്ളം ഉയരുന്ന ഇടത്തു നിന്നും വെള്ളം ഇറങ്ങിപ്പോകാൻ സാധ്യതയില്ല വീടുകളിൽ നിന്നും അടക്കം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ പേരെ അല്ലെങ്കിൽ വീടുകളിലുള്ള ആളുകളൊക്കെ തന്നെ അവിടെ നിന്നും പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണിപ്പോൾ നടത്തി വരുന്നത്.